ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം. ഗീതാശാസ്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ടതായ സമ്പ്രദായ വിധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിവരിച്ചു വന്നത്. ഇത് ആർക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കാം, ആർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നും, ഗീത പഠിപ്പിക്കാൻ യോഗ്യതയുള്ളതാർക്കാണെന്നും, അങ്ങനെയുള്ളവൻ ഭഗവാന് എത്രമാത്രം പ്രിയങ്കരനാകുന്നുവെന്നും എല്ലാം നമ്മൾ കേട്ടു. ഇനി അടുത്ത ശ്ലോകത്തിൽ, അതായത് 70-ാമത്തെ ശ്ലോകത്തിൽ, ഗീത പഠിക്കുന്നവനെക്കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം എന്തെന്ന് പറയുന്നു. അധ്യേഷ്യത്തെ ചൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ആവയോ നമ്മൾ രണ്ടാളുടെയും ധർമ്മ്യം ധർമ്മപരമായ അല്ലെങ്കിൽ ധർമാനുരൂപമായ ഇമം സംവാദം ഈ സംവാദത്തെ യഹ ഏതൊരുവൻ അധ്യേഷ്യതേ പഠിക്കുമോ തേന അവനാൽ ജ്ഞാനയജ്ഞേന ജ്ഞാനരൂപമായ യജ്ഞം കൊണ്ട് അഹം ഞാൻ പരമാത്മാവ് ഇഷ്ടഃ ആരാധിക്കപ്പെട്ടവനായി സ്യാം ഭവിക്കും ഇതി മേ മതിഹി എന്ന് എൻ്റെ അഭിപ്രായമാണ്. ഗീത പഠിക്കുന്നവനെക്കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം എന്തെന്നാണ് പറയുന്നത്. ധർമ്മത്തെ പ്രതിപാദിക്കുന്നതും നാം രണ്ടുപേരും തമ്മിൽ നടന്നതുമായ ഈ സംവാദത്തെ ഏതൊരുവൻ പഠിക്കുമോ അവൻ ജ്ഞാനരൂപമായ യജ്ഞം കൊണ്ട് എന്നെ ആരാധിക്കുന്നതായി ഞാൻ കണക്കാക്കുന്നു. ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന ആചാര്യനെ അനുമോദിച്ച ശേഷം പഠിക്കുന്ന വിദ്യാർത്ഥിയെയും ഭഗവാൻ അനുമോദിക്കുന്നു. അർത്ഥജ്ഞാനപൂർവം ഗീത പഠിക്കുന്നത് ജ്ഞാനയജ്ഞം കൊണ്ട് പരമാത്മാവിനെ പൂജിക്കലാണ്. വൈദിക ക്രിയായജ്ഞം, ജപയജ്ഞം, ഉപാംശുയജ്ഞം, അതായത് മന്ത്രങ്ങൾ ഉച്ചരിക്കാതെ ചുണ്ടനക്കിക്കൊണ്ട് മാത്രം ചെയ്യുന്നത്. പിന്നെ മാനസയജ്ഞം, മനസ്സിൽ മാത്രം ശ്രദ്ധിക്കുന്നത് എന്നിങ്ങനെ വിവിധ തരം യജ്ഞങ്ങളുണ്ട്. അതിൽ ജ്ഞാനയജ്ഞം മാനസമായതുകൊണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. സാധാരണ യജ്ഞത്തിൽ അഗ്നികുണ്ഠത്തിൽ ദ്രവ്യങ്ങൾ ആഹൂതി ചെയ്യുന്നു. എന്നാൽ ശാസ്ത്രപഠനവും മനനവും മൂലം നമ്മുടെ ഉള്ളിൽ ജ്ഞാനാഗ്നി ജ്വലിക്കാൻ തുടങ്ങും. അതിൽ സാധകൻ തൻ്റെ വ്യാജമൂല്യങ്ങളെയും മൃഗീയ വാസനകളെയും ഹോമിക്കുന്നു. അങ്ങനെ അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന അഹന്തയും സ്വാർത്ഥ താൽപ്പര്യങ്ങളും മിഥ്യാധാരണകളും ഇല്ലാതെയാവുന്നു. ലോഹത്തിലെ മാലിന്യം കളയാൻ തീയിലിട്ട് പഴുപ്പിച്ചെടുക്കുന്നത് പോലെ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ നികൃഷ്ട വാസനകൾ ഭസ്മമായി തീരുന്നു. അങ്ങനെ ഈ ജ്ഞാനയജ്ഞം ഭഗവതാരാധനയായി മാറുന്നു. ഇനി ഗീത കേൾക്കുന്ന ശ്രോതാവിൻ്റെ ഫലം എന്തെന്ന് പറയുന്നു 71-ാമത്തെ ശ്ലോകത്തിൽ. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. യഹ നരഃ യാതൊരു മനുഷ്യൻ ശ്രദ്ധാവാൻ ശ്രദ്ധയുള്ളവനായും അനസൂയഃ ച നിന്ദയില്ലാത്തവനായും ഏതത് ശൃണുയാത് ഇതിനെ ഗീതോപദേശത്തെ കേട്ടാൽ പോലും സഹ അഭി അവനും മുക്തഃ മുക്തനായി പുണ്യകർമ്മണാം പുണ്യകർമാക്കളുടെ ശുഭാൻ ലോകാൻ നന്മയുള്ള ലോകങ്ങളെ പ്രാപ്നുയാത് പ്രാപിക്കും. ശ്രദ്ധയുള്ളവനും അസൂയയില്ലാത്തവനുമായ ഏതു മനുഷ്യൻ കേൾക്കുകയെങ്കിലും ചെയ്യുമോ അവനും മുക്തനായി പുണ്യാത്മാക്കളുടെ ശുഭലോകങ്ങളിൽ എത്തിച്ചേരും. ശാസ്ത്രവാക്യങ്ങളിലെ നിഗൂഢാർത്ഥങ്ങളെ കണ്ടെത്തി അവയ്ക്കനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കാനുള്ള കഴിവാണ് ശ്രദ്ധ. സാധകൻ ശ്രദ്ധാവാനായിരിക്കണം, അതേസമയം അസൂയയില്ലാത്തവനുമാകണം. ഗീത ശ്രവിക്കുന്നയാൾ പ്രതികൂലഭാവവും വിരോധബുദ്ധിയും ഇല്ലാത്തവനായിരിക്കണം. അങ്ങനെയുള്ളയാൾ പുണ്യാത്മാക്കളുടെ ലോകത്തെത്തിച്ചേരും. പുണ്യലോകം എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സാംസ്കാരികവും ആധ്യാത്മികവുമായ നേട്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നുചേരും.
ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും പറഞ്ഞതെല്ലാം ശിഷ്യൻ ഗ്രഹിച്ചുവോ എന്നറിയേണ്ടത് ഗുരുവിൻ്റെ കടമയാണ്. അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു, 72-ാമത്തെ ശ്ലോകം: കച്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയ്യൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. ഹേ പാർത്ഥ, ഏതത് ഇത്, ഈ ഗീതോപദേശം, ത്വയാ നിന്നാൽ, ഏകാഗ്രേണ ഏകാഗ്രമായ, ചേതസ മനസ്സുകൊണ്ട്, ശ്രുതം കച്ചിത് കേൾക്കപ്പെട്ടോ, ധനഞ്ജയ അല്ലയോ അർജുന, തേ നിന്റെ, അജ്ഞാന സമ്മോഹ അജ്ഞത കൊണ്ടുള്ള തെറ്റായ ധാരണ, പ്രനഷ്ട കശ്ചിത് നശിപ്പിക്കപ്പെട്ടോ. അർജുന, ഞാൻ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി കേട്ടില്ലേ? അജ്ഞാനം മൂലം വന്നു ചേർന്ന് നിന്റെ തെറ്റിദ്ധാരണകളെല്ലാം നല്ലപോലെ നീങ്ങിയോ? ഈ ശ്ലോകം ശിഷ്യനോടുള്ള ആചാര്യൻ്റെ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ധരിപ്പിച്ച് ശിഷ്യനെ സമാധാനിപ്പിക്കുക എന്നത് ശരിയായ രീതിയല്ല. താൻ ഉപദേശിച്ച തത്വം ശിഷ്യൻ മനസ്സിലാക്കിയോ, അതിൻ്റെ ഫലം കിട്ടിയോ എന്നെല്ലാം അറിയാനുള്ള കടമയും ആചാര്യനുണ്ട്. ശരിയായി കേൾക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നാണ്. അത് ചിത്തത്തിൻ്റെ ഏകാഗ്രത കൊണ്ട് മാത്രം സാധിക്കുന്നതുമാണ്. മോഹത്തെ നശിപ്പിച്ച് ശോകത്തെ നിവർത്തിപ്പിക്കാനാണ് ഭഗവാൻ ഉപദേശിച്ചത്. അത് ഫലിച്ചോ എന്ന് ശ്രോതാവിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. തെറ്റിദ്ധാരണ നീങ്ങി എന്ന് അർജുനൻ പറയുന്ന ഉത്തരമാണ് അടുത്ത ശ്ലോകം, 73-ാമത്തെ ശ്ലോകം. അർജുന ഉവാച: നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അച്യുത അല്ലയോ അച്യുത, ത്വത്പ്രസാദാത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, മോഹ തെറ്റിദ്ധാരണ അഥവാ മിഥ്യാബോധം, നഷ്ട ഇല്ലാതെയായി, സ്മൃതി ഓർമ്മ, ഞാൻ ആരാണ് എന്ന ഓർമ്മ, മയ എന്നാൽ ലബ്ധ ലഭിക്കപ്പെട്ടു, അഹം ഞാൻ, ഗതസന്ദേഹ സംശയം അകന്നവനായി, സ്ഥിത അസ്മി ദൃഢമനസ്കനായി തീർന്നിരിക്കുന്നു, തവ വചനം അങ്ങയുടെ ഉപദേശത്തെ അല്ലെങ്കിൽ അങ്ങയുടെ ഉപദേശം അനുസരിച്ച്, കരിഷ്യേ ഞാൻ ചെയ്തു കൊള്ളാം. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ തെറ്റിദ്ധാരണ നീങ്ങി, യഥാർത്ഥ തത്വം ബോധ്യമായി, എൻ്റെ എല്ലാ സംശയങ്ങളും നീങ്ങി, അങ്ങയുടെ ഉപദേശമനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. സമുദ്രം പോലെ തന്നെ തരണം ചെയ്യാൻ ദുഷ്കരമായ സംസാരസാഗരത്തിലെ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമായതും അജ്ഞാനത്തിൽ നിന്നുണ്ടായതുമായ ഭ്രമം നശിച്ചിരിക്കുന്നു. ആത്മസാക്ഷാത്കാരം കൊണ്ട് സർവബന്ധങ്ങളിൽ നിന്നും മുക്തി കിട്ടുന്നു. സർവ്വതും സ്വന്തം ആത്മാവ് തന്നെയാണ് എന്ന് ബോധിക്കുമ്പോൾ പിന്നെ എന്ത് മോഹം, എന്തു ശോകം. സന്ദേഹങ്ങളെല്ലാം പോയി. അങ്ങയുടെ ശാസനയിൽ ഞാൻ നിൽക്കുന്നു. അങ്ങയുടെ ശിക്ഷണങ്ങളെ ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം എന്ന് അർജുനൻ പറയുന്നു. ഗീതാശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഭാഗം ഈ ശ്ലോകത്തോടെ ഇവിടെ സമാപിക്കുകയാണ്. ശേഷം സഞ്ജയൻ്റെ വാക്കുകൾ തുടരുന്നു. 74-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച: ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം ശ്രൗഷം അദ്ഭുതം രോമഹർഷണം. സഞ്ജയൻ പറഞ്ഞു, ഇതി ഇപ്രകാരം, മഹാത്മനഃ മഹാത്മാവായ വാസുദേവസ്യ ശ്രീകൃഷ്ണൻ്റെയും പാർത്ഥസ്യ ച അർജുനൻ്റെയും അത്ഭുതം അത്ഭുതകരമായി, രോമഹർഷണം രോമാഞ്ചമുണ്ടാക്കുന്നതായ, ഇമം സംവാദം ഈ സംവാദത്തെ, അശ്രൗഷം ഞാൻ കേട്ടു. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം സർവാത്മാവായ ശ്രീകൃഷ്ണൻ്റെയും മഹാത്മാവായ അർജുനൻ്റെയും അത്ഭുതകരവും രോമാഞ്ചജനകവുമായ ഈ സംവാദം ഞാൻ കേട്ടു. ശ്രീകൃഷ്ണൻ പരമാത്മാവിനെയും അർജുനൻ ജീവാത്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിക്കുന്ന വാക്കുകളാണ്. ഗീതോപദേശത്തെ സഞ്ജയൻ ഇവിടെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നു.
ശോകത്തിലും മോഹത്തിലും പെട്ട് വലഞ്ഞുപോയ അർജുനന് ഈ ഉപദേശത്താൽ നവചൈതന്യം കിട്ടുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ ശാസ്ത്രങ്ങളെക്കാളും അത്ഭുതാവഹം തന്നെയാണ് ഗീതാശാസ്ത്രം. ഹരി ഓം തത്സത്.